പണ്ട് കാലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. കല്യാണം കഴിക്കാനായി. അവൾ സുന്ദരിയായിരുന്നുവെങ്കിലും അഹങ്കാരിയായിരുന്നു. രാജാവിന് അതിന്റെ കാര്യത്തിൽ വളരെ വിഷമമായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവൾ നേരെയാകുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവളെ കാണാൻ വന്ന എല്ലാ രാജകുമാരന്മാരോടും അവൾ നേരെ ചൊവ്വെ പെരുമാറിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ലവരായ രാജകുമാരന്മാരെ, എന്റെ സുന്ദരിയായ മകൾ ഇപ്പോൾ നിങ്ങളെ കാണാൻ വരും. ഇവനൊരു കുള്ളനാണ്. ഇയാൾക്ക് വളരെ വണ്ണം കൂടുതലാണ്. ഇവന് വളരെയധികം പൊക്കമുണ്ട്. ഇയാൾ പൊക്കം കുറവാ. രാജകുമാരി എല്ലാ രാജകുമാരന്മാരെയും രാജാവിനെയും ഒക്കെ കളിയാക്കിയിരുന്നു. രാജാവിന് ദേഷ്യം വന്നു. പക്ഷെ ഉള്ളിൽ അദ്ദേഹം ശാന്തനായിരുന്നു. പക്ഷെ നല്ല താടിയും കാണാൻ സുന്ദരനായ ഒരു രാജകുമാരനെ കളിയാക്കിയപ്പോൾ അവന്റെ താടി കണ്ടോ? പഴന്തുണി പോലെ. ഇവനെ എല്ലാവരും കരടി എന്നായിരിക്കും വിളിക്കുക. എന്ത് അഹങ്കാരമാണിത്! നീ എങ്ങനെയാണ് ഇത്ര നല്ല രാജകുമാരന്മാരെ ആക്ഷേപിക്കുന്നത്? ഞാൻ ശപിക്കുന്നു നിന്നെ. ഈ വാതിൽ കടന്നു വരുന്ന ആദ്യത്തെ വ്യക്തിയെ നീ വിവാഹം ചെയ്യും. അത് രാജാവായിക്കോട്ടെ അല്ലെങ്കിൽ പിച്ചക്കാരനായിക്കോട്ടെ. 2 ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ഓടക്കുഴൽ വായനക്കാരൻ അവിടെ വന്നു. അവൻ പൂന്തോട്ടത്തിലിരുന്ന് ഓടക്കുഴൽ വായിക്കാൻ തുടങ്ങി. അവൻ അവിടെ ഇരുന്ന് പിച്ചയെടുക്കാൻ തുടങ്ങി. രാജാവ് അത് കാണാനിടയായി. അപ്പോൾ തന്നെ അദ്ദേഹം അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ശാപമനുസരിച്ച് രാജകുമാരിയെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. ഓടക്കുഴൽ വായനക്കാരന് അതിശയം തോന്നി. പക്ഷേ സന്തോഷമായി. രാജകുമാരി കരഞ്ഞ് കാല് പിടിച്ചു. പക്ഷെ ശാപമനുസരിച്ച് വിവാഹം നടന്നു. രാജാവ് നവദമ്പതികളോട് പറഞ്ഞു, തയ്യാറായിക്കോളൂ. ഇനി നിനക്കിവിടെ താമസിക്കാൻ പറ്റില്ല. നീ നിന്റെ ഭർത്താവിന്റെ കൂടെ പോകണം. അങ്ങനെ ഓടക്കുഴൽക്കാരനും പുതുമണവാട്ടിയും എങ്ങോട്ടെന്നറിയാതെ അവരുടെ യാത്ര തുടങ്ങി. അവർ കഷ്ടപ്പെട്ട് കുറെ ദൂരം സഞ്ചരിച്ചു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ ഒരു സുന്ദരമായ കാട്ടിലെത്തിച്ചേർന്നു. ഈ സുന്ദരമായ വനം ആരുടെയായിരിക്കും? ഈ സുന്ദരവനം ആ കരടി രാജാവിന്റെയാണ്. ഓ, എന്തു മണ്ടിയാണ് ഞാൻ! അവർ യാത്ര തുടങ്ങി ഒരു സുന്ദരമായ മിഡോസിലെത്തി. ഇതാരുടെയായിരിക്കും ഈ സുന്ദരമായ മെഡോസ്? ഇത് ആ മഹാനായ കരടി രാജാവിന്റെയാണ്. ഓ, ഞാൻ എന്തൊരു മണ്ടിയാ! അതിനുശേഷം അവർ ഒരു വലിയ നഗരത്തിലെത്തി. ആരുടെയാണ് ഇത്ര വലിയ സുന്ദരമായ മനോഹര നഗരം? ഇതും ആ മഹാനായ കരടി രാജാവിന്റെ തന്നെയാണ്. ഓ, ഞാൻ എന്തൊരു മണ്ടിയാണ്! ഞാൻ വെറുതെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാൻ നല്ലൊരു ഭർത്താവല്ലേ നിനക്ക്? രാജകുമാരി ശാന്തയായി. അവർ നടന്ന് നഗരത്തിന്റെ അറ്റത്തൊരു ചെറിയ വീടിന്റെ അടുത്തെത്തി. രാജകുമാരിക്ക് ദേഷ്യം വന്നു. അയ്യോ, എന്റെ ദൈവമേ! ഇത് വളരെ വളരെ ചെറുതാണല്ലോ. നിങ്ങളുടെ വേലക്കാരൊക്കെ എവിടെ? വേലക്കാരോ? മൈ ഡിയർ, ഞാനും നീയും ചേർന്ന് വേണം എല്ലാം ചെയ്യാൻ. ഇവിടെ ജോലിക്കാരില്ല. വളരെ കുറച്ച് ആഹാരമേ അവർക്ക് കിട്ടിയുള്ളൂ. അത് പെട്ടെന്ന് തീരുകയും ചെയ്തു. രാജകുമാരിക്ക് ആഹാരമുണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പാടായിരുന്നു. ഓടക്കുഴൽക്കാരൻ സഹായിച്ചു. ഓടക്കുഴൽക്കാരൻ കുറച്ച് ഇല പറിച്ചുകൊണ്ടുവന്നു. രാജകുമാരിയോട് കൂട്ടാനുണ്ടാക്കാൻ പറഞ്ഞു. അവൾ ശ്രമിച്ചു. പക്ഷെ അവളുടെ വിരൽ മുറിഞ്ഞു. ഓടക്കുഴൽക്കാരന് ദേഷ്യം വന്നു. നിനക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല, കൂട്ടാനുണ്ടാക്കാൻ അറിയില്ല. എനിക്ക് എന്താണ് കിട്ടിയത്? നിന്നെ ഒന്നിനും കൊള്ളില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. പാവം ഓടക്കുഴൽക്കാരൻ പാത്രങ്ങൾ ശേഖരിച്ച് ഒരു ചെറിയ കട തുടങ്ങി. അവൾ സാധനങ്ങൾ വിൽക്കും എന്ന് കരുതി. അവളുടെ സൗന്ദര്യം കണ്ട് ആൾക്കാർ കുടങ്ങൾ വാങ്ങാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ അവർ കഴിഞ്ഞുപോയി. ഒരു ദിവസം അവർ വഴിയുടെ അരികിൽ കുടങ്ങൾ വിൽക്കാനിരിക്കുമ്പോൾ ഒരു കുടിയനായ സൈനികൻ അവിടെ വന്നു. അവൻ കുടങ്ങൾ എല്ലാം നശിപ്പിച്ചു. അത് കണ്ട് രാജകുമാരിക്ക് വളരെ വിഷമമായി. കരയാൻ തുടങ്ങി. ഞാനിനി എന്ത് ചെയ്യും?
എന്റെ ഭർത്താവിനോട് പോയി എന്തു പറയും? അവൾ ഓടി വീട്ടിലെത്തി ഭർത്താവിനോട് കാര്യം പറഞ്ഞു. നീ എന്തു മണ്ടിയാണ്? ആൾക്കാർ നടക്കുന്നിടത്താണോ നീ സാധനങ്ങൾ കൊണ്ടുവിൽക്കുന്നത്? അപ്പോൾ നിന്നെ കൊണ്ട് ഈ പണിയും പറ്റില്ല. ഞാൻ കൊട്ടാരത്തിൽ പോയി ചോദിച്ചു, അവർക്ക് അടുക്കള പണിക്ക് ആരെങ്കിലും വേണോന്ന്. അവർ പറഞ്ഞു നിന്നെ ജോലിക്ക് നിർത്താമെന്ന്. നീ ഇനി മുതൽ അടുക്കള പണി ചെയ്താൽ മതി. അങ്ങനെ രാജകുമാരി അടുക്കളയിലെ എല്ലാ ജോലിയും ചെയ്യുന്നു. തറ തുടയ്ക്കുന്നു, പാത്രങ്ങൾ കഴുകുന്നു. എല്ലാം കഴിഞ്ഞ് അവസാനം അവൾ വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് മാംസം വീട്ടിൽ കൊണ്ടുപോകാനും കിട്ടുന്നു. ഇത് കുറച്ചു കാലങ്ങൾ ഇങ്ങനെ തന്നെ നടന്നു. അപ്പോൾ അവൾ അറിഞ്ഞു രാജാവിന്റെ മൂത്ത മകന് കല്യാണമായിരിക്കുന്നുവെന്ന്. അവൾ എല്ലാവരുടെയും കണ്ണിലെ ആകാംക്ഷ കാണുന്നു. പക്ഷേ അവൾ ഉള്ളിൽ ശാന്തയായിരുന്നു. കല്യാണ ദിവസം എത്തി. എല്ലാം നല്ല ജോറിലായിരുന്നു നടക്കുന്നത്. അവൾ ജനലിനരികിൽ പോയി പറഞ്ഞു, എന്റെ അഹങ്കാരമില്ലായിരുന്നെങ്കിൽ, ഞാൻ അന്ന് കരടി രാജാവിനെ കെട്ടിയിരുന്നെങ്കിൽ, ഞാൻ എന്താണ് ഈ ചെയ്തത്? എന്റെ പേര് വിളിച്ചത് ഞാൻ കേട്ടു. ഓ രാജാവേ, എന്നോട് ക്ഷമിക്കൂ. ഞാനിപ്പോൾ ഈ അവസ്ഥയിലായി പോയി. ഓ പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ വരൂ. അവളെ അവൻ കല്യാണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ എല്ലാ മന്ത്രിമാരും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു. എല്ലാരും അവളുടെ അവസ്ഥ കണ്ട് ചിരിക്കാൻ തുടങ്ങി. അവൾക്ക് വളരെ വിഷമമായി. ഞാൻ നിങ്ങളോട് എല്ലാവരോടും എന്റെ അഹങ്കാരത്തിന് ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഭയപ്പെടേണ്ട എന്റെ രാജകുമാരി, നിന്നെ കല്യാണം കഴിച്ച ഓടക്കുഴൽക്കാരനാണ് ഞാൻ. ഇത്രയും ദിവസം നിന്റെ കൂടെ താമസിച്ച ഓടക്കുഴൽക്കാരൻ. നിന്റെ കുടങ്ങൾ ഉടച്ച അതേ സൈനികനും ആണ് ഞാൻ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് നിന്റെ അഹങ്കാരം നല്ലതല്ല എന്ന് മനസ്സിലാക്കി തരാൻ മാത്രമായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോൾ മനസ്സിലായി, നിന്റെ അഹങ്കാരം എല്ലാം മാഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നിൽ അഭിമാനിക്കുന്നു. വരൂ എന്റെ റാണി, എന്റെ കൈപിടിച്ച് എന്റെ രാജ്ഞിയായി വാഴൂ. അവരുടെ കല്യാണം കഴിഞ്ഞു. ആ വലിയ കൊട്ടാരത്തിൽ അവർ സുഖമായി കഴിഞ്ഞു. ശുഭം.